രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബി.ജെ.പി. പഠന ശിബിരം നടത്തിയതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നു. കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ സംഭവത്തിൽ അതൃപ്തി അറിയിച്ചു. അടിയന്തരമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനും ചുമതലക്കാരനോട് വിശദീകരണം തേടാനും നിർദ്ദേശം. ഈ വാർത്ത ആദ്യമായി ഇന്നലെ പുറത്തുവിട്ടത് കൈരളി ന്യൂസാണ്. വിവരങ്ങളുമായി ഇപ്പോൾ നിർഭൻ ചക്രവർത്തി ചേർന്നു. നിർഭൻ, ഇന്നലെ കൈരളി ന്യൂസാണിത് പുറം ലോകത്തെ അറിയിക്കുന്നത്. ഈ അർത്ഥത്തിൽ ബി.ജെ.പി. കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ പഠന ശിബിരം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠന ശിബിരം മാറുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, എന്തൊക്കെയാണ് അതൃപ്തികൾ? തീർച്ചയായും അജിംഷാദ്, 27, 28 തീയതികളിൽ തിരുവനന്തപുരത്ത് നെയ്യാർഡാമിലെ ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ബി.ജെ.പിയുടെ പഠന ശിബിരം സംഘടിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പോലെ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ തരത്തിലുള്ള വിമർശനം സമൂഹത്തിലുണ്ടായി. മറ്റു മാധ്യമങ്ങൾക്കും ഇത് സ്വാഭാവികമായും തൊട്ടടുത്ത മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. തുടർന്ന് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ, മുതിർന്ന നേതാക്കൾ കടുത്ത അതൃപ്തി KPCC നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് KPCCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അവരുടെ പഠന ഗവേഷണ കേന്ദ്രമാണ്. രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു സ്ഥാപനം നെയ്യാർഡാമിൽ രൂപീകരിക്കുന്നത്. അതിന് ഒരു KPCC ജനറൽ സെക്രട്ടറിക്കായിരിക്കും അതിൻ്റെ ചുമതല എല്ലാ തവണയും നൽകുക. ഇപ്പോൾ പുതിയ KPCC ഭാരവാഹികൾ വന്ന ശേഷം അത് ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരുന്നില്ല. പകരം ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള AK ശശി, അദ്ദേഹം ആ പ്രദേശവാസിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോടാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചുമതല കൈമാറിയിരുന്നത്. KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഇതിൻ്റെ ചെയർമാനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത്തരം ഒരു സ്ഥാപനത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ഒരു പഠന ശിബിരം 2 ദിവസം തുടർച്ചയായി അവിടെ എല്ലാ തരത്തിലും കാവി കൊടികളൊക്കെ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ശ്രീരാമൻ്റെയും മറ്റ് ഈ RSSൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ വച്ച്, ഒപ്പം തന്നെ അവിടെ ഈ സമ്മേളന സ്ഥലത്ത് ഈ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള R ശ്രീലേഖ അടക്കമുള്ള നേതാക്കളായിരുന്നു. ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഈ പഠന ശിബിരത്തിൽ 2 ദിവസക്കാലം മുഴുനീള ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് അത്തരത്തിലുള്ള ക്ലാസ്സിൽ BJPയുടെയും RSSൻ്റെയൊക്കെ നേതാക്കളെ ചിത്രങ്ങൾ വച്ച്, ഒപ്പം തന്നെ ഭാരതാംബയുടെ ചിത്രം വച്ച് പൂജിച്ചാണ് ഈ പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചത്. അങ്ങനെ ഒരു പരിപാടി KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പഠന ഗവേഷണ കേന്ദ്രത്തിൽ വച്ച് നടന്നു എന്നതാണ് അതീവ ഗൗരവതരമായ കാര്യം. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ, ഏറ്റവും ഉന്നതരായിട്ടുള്ള മുതിർന്ന നേതാക്കൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ശേഷം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടു. ഇത്തരം ഒരു കൃത്യം, ഇങ്ങനെ ഒരു പഠന ക്യാമ്പ് എങ്ങനെയാണ് RSSൻ്റെയും BJPയുടെയും സംഘപരിവാർ സംഘടനയുടെ പഠന ക്യാമ്പ് നെയ്യാർഡാമിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തിയെന്ന കാര്യത്തിൽ ഉടൻ തന്നെ അടിയന്തരമായി പരിശോധിച്ച് വിശദീകരണം തേടണം. ഇപ്പോൾ അവിടെ ചുമതല വഹിക്കുന്ന AK ശശിയോട് ഇത് സംബന്ധിച്ച വിശദീകരണം KPCC അനൗദ്യോഗികമായി ഇതിനകം തന്നെ തേടിക്കഴിഞ്ഞു. അടിയന്തരമായി പരിശോധിച്ച് ഇക്കാര്യത്തിൽ വിശദീകരണം തേടണമെന്നും ഇക്കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഗുരുതരമായ അനാസ്ഥ കാണിച്ച ആൾക്കെതിരെ സംഘടനാ നടപടി വേണം എന്നതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ KPCCയെ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ KPCCയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ രാജീവ് ഗാന്ധി വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് യാദൃശ്ചികമായ ഒന്നായിട്ടല്ല. കാരണം KPCCയുടെ കീഴിൽ വരുന്നൊരു സ്ഥാപനത്തിൽ ഒരു RSSൻ്റെ പരിപാടി അല്ലെങ്കിൽ BJPയുടെ പരിപാടി എന്നത് യാദൃശ്ചികമല്ല. കാരണം ഇതിനു മുമ്പ് ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിപാടി ഉണ്ടെന്നും അതിനെല്ലാവരും വരണമെന്നും ക്ഷണിച്ചുകൊണ്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ BJP നേതാക്കളുടെ സന്ദേശങ്ങളടക്കം ഉണ്ടായിരുന്നു. അതുവരെ നമ്മൾ ഇന്നലെ നൽകിയതാണ് നിർഭൻ. അപ്പോൾ ഇത് യാദൃശ്ചികമല്ല, തെറ്റിദ്ധാരണയുടെ ഭാഗമായി പെട്ടെന്നുണ്ടായതല്ല. തീർച്ചയായും. കാരണം അജിംഷാദ്, നേരത്തെ തന്നെ BJPയുടെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ അവരുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ നെയ്യാർഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഇങ്ങനൊരു പഠന ശിബിരം നടക്കുന്നു എന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 27, 28 തീയതികളിൽ ഇങ്ങനൊരു പഠന ശിബിരം 2 ദിവസം മുഴുനീള പഠന ശിബിരം അവിടെ വെച്ച് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് KPCCയുടെ ലീഡർഷിപ്പിലെയും പ്രധാനപ്പെട്ട നേതാക്കൾക്കും ചുമതലക്കാർക്കും ഒക്കെ തന്നെ അറിയാവുന്നൊരു സംഗതിയാണ്. പക്ഷേ എന്തുകൊണ്ട് അത്തരത്തിലൊരു പരിപാടി അവിടെ വെച്ച് സംഘടിപ്പിക്കുന്നതിന് എന്തുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിയില്ല, അത് ഒഴിവാക്കിയില്ല എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഗൗരവതരമായി അന്വേഷിക്കാനും ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ ഇനി ആവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഏറ്റവും മുതിർന്ന നേതാക്കൾ, AICCയുടെ ഹൈക്കമാൻഡിൻ്റെ നേതാക്കളൊക്കെ തന്നെ സംസ്ഥാന ലീഡർഷിപ്പിന് ഇക്കാര്യത്തിലുള്ള താക്കീത് നൽകി കഴിഞ്ഞു. അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കണം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനെ ഇത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനും അവരുടെ പഠന ഗവേഷണ കേന്ദ്രമെന്ന നിലയിൽ അവരുടെ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന, അതിന്
ഉത്തരവാദിത്തപ്പെട്ട ഒരു KPCC ജനറൽ സെക്രട്ടറിയെ, പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ ആദ്യ റിപ്പോർട്ട്, ഇത് സംബന്ധിച്ച പരിശോധനാ റിപ്പോർട്ട് KPCCക്ക് ലഭിക്കും. ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, നിലവിലുള്ള KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. അതാത് കാലത്ത് വരുന്ന KPCC അധ്യക്ഷന്മാരായിരിക്കും ഇതിൻ്റെ ചെയർമാൻ്റെ ചുമതല വരിക. ഇപ്പോൾ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി തുടരുമ്പോൾ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. KPCC ആസ്ഥാനം ഒരു നാഥനില്ലാത്ത കളരിയായി പോകുന്നുവെന്ന വിമർശനം നേരത്തെ തന്നെയുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയുടെ അധ്യക്ഷനെ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് സണ്ണി ജോസഫ് ഇത് അറിഞ്ഞിട്ടാണോ, അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തിട്ടില്ല, മറിച്ച് ഒരു ചുമതലക്കാരൻ എന്തുകൊണ്ട് തീരുമാനിച്ചില്ല എന്ന കാര്യങ്ങളിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ആ മുതിർന്ന നേതാക്കൾക്കും ഒപ്പം തന്നെ KPCCക്കും ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരും. അജിൻ ഷാ.